പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിയാവുന്ന വലിയൊരു സത്യമാണ്, നമ്മുടെ രാജ്യത്തെ കർഷകരായിട്ടുള്ള സഹോദരങ്ങള് വലിയ ദുരന്തത്തിന്റെ അവസ്ഥയിലൂടെ അവർ കടന്നു പോവുകയാണ്. 20-25 ദിവസങ്ങളൊക്കെയായിട്ട് അവര് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുവാനായിട്ട്, തങ്ങളുടെ ജോലി സംരക്ഷിക്കുവാനായിട്ടൊക്കെ അവർ വലിയ സമരത്തിൽ ആയിരിക്കുകയാണ്. ഓരോ ക്രിസ്ത്യാനികളും ഈ ഒരു പ്രത്യേക സമയത്ത് നമ്മൾ ഇന്ന് ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസും തീർച്ചയായിട്ടും നമുക്ക് നൽകുന്ന വലിയ സന്ദേശം കൂടി ഇത് തന്നെയാണ്. അപ്പത്തെക്കുറിച്ച് ചിന്തിക്കുക. ബത്ലഹേം എന്ന വാക്കിന് അപ്പത്തിന്റെ വീട് എന്ന ഒരർത്ഥം ഉണ്ട് എന്നാണ് പറയപ്പെടുക. അപ്പത്തിന്റെ വീട്, ഈ അപ്പത്തിന്റെ നാട്ടിലാണ്, അല്ലെങ്കിൽ അപ്പത്തിന്റെ വീട്ടിലാണ് പിന്നീട് അപ്പമായി മാറുവാനായിട്ടുള്ള ക്രിസ്തു ജനിച്ചു വീണത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് എപ്പോഴും തന്റെ കരങ്ങളിലേക്ക് അപ്പം എടുക്കുമ്പോൾ വചനം കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കും, അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ അപ്പം നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, കൃതജ്ഞത പറഞ്ഞുകൊണ്ടാണ് ഈശോ അപ്പം ഭക്ഷിച്ചിട്ടുള്ളത്. പിന്നീട് മറ്റുള്ളവന്റെ വിശപ്പ് പോലും വലിയ ഗൗരവത്തോടുകൂടെ എടുത്ത മനുഷ്യനാണ് ക്രിസ്തു. നമുക്കറിയാം, വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോയുടെ വചനം കേൾക്കുവാനായിട്ട് തടിച്ചുകൂടിയ വലിയ ജനക്കൂട്ടം. അവന് അവരോട് അനുകമ്പ തോന്നി. കാരണം അവരിടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. കർത്താവിന്റെ വചനം ശ്രവിച്ചുകൊണ്ട് അവര് ഈശോയുടെ മുൻപിലായിരുന്നു. ഈശോ ആ നിമിഷം തിരിച്ചറിയുന്നുണ്ട്, ഒരുപാട് സമയമായി അവര് തന്റെ മുൻപിലായിരിക്കുന്നത്. അവർക്ക് വിശക്കുന്നുണ്ട്. ഇതൊരു വിജന സ്ഥലമാണ്, ഇവിടെ അപ്പം മേടിക്കുവാനായിട്ട് സാധിക്കില്ല. അവിടെ തന്റെ കരങ്ങളിലേക്ക് നൽകപ്പെട്ട 5 അപ്പവും 2 മത്സ്യവും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആ തന്റെ മുൻപിലിരിക്കുന്ന ജനക്കൂട്ടത്തിന് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പിന്നീട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടുന്ന് അപ്പത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുക, ഞാനാകുന്നു സ്വർഗത്തിന്റെ അപ്പം, എന്നെ ഭക്ഷിക്കുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ്, ഞാൻ ജീവനുള്ള അപ്പമാണ്, എന്നെ ഭക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് ശാഠ്യം പിടിക്കുന്നൊരു ഈശോയെയും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ അന്ത്യത്താഴ സമയത്ത് അവിടുന്ന് തന്റെ കരങ്ങളിലേക്ക് അപ്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്റെ അപ്പോസ്തലന്മാരോട് പറയും, ഇതെന്റെ ശരീരമാണ്. അപ്പമാണ് പിന്നീട് ഭാഗിച്ചു കൊടുക്കപ്പെടുന്നത്, മുറിച്ചു കൊടുക്കപ്പെടുന്നത്. പിന്നീട് ഈ അന്ത്യത്താഴത്തിന് ശേഷം നമ്മൾ കണ്ടുമുട്ടുക, ഈശോ തന്റെ ശരീരം രക്തവുമൊക്കെ ചിന്തിക്കൊണ്ട് അത് പൊടിയുവാനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. ഒരു ഗോതമ്പ് മണി കല്ലിൽ കിടന്ന് പൊടിയുന്നത് പോലെ തന്റെ ശരീരത്തെ പൂർണ്ണമായിട്ട് ഈശോ പീഡാസഹനങ്ങളിലേക്ക് വിട്ടുകൊടുത്തു. അവിടെ ഇരുന്ന് അരഞ്ഞ് പൊടിഞ്ഞ് മുറിവേൽപ്പിക്കപ്പെട്ട ആ ഈശോ തന്റെ ശരീരം പിന്നീട് എടുത്തു വെക്കുക കുരിശാകുന്ന വറുചട്ടിയിലേക്കാണ്. ആ വറുചട്ടിയിൽ ഇരുന്നു കൊണ്ടാണ് നമുക്ക് വേണ്ടി അവിടെ നിന്ന് അപ്പമായിട്ട് മാറിയത്. ഇന്ന് ഓരോ ദിവ്യകാരുണ്യത്തിലും, ഓരോ കൂദാശ ചെയ്യപ്പെട്ട ദിവ്യകാരുണ്യത്തിലും അവിടെ നിന്ന് തൻ്റെ ഈ ശരീരമാണ് ആ കാൽവരിയിൽ ആ കുരിശാകുന്ന വറുചട്ടിയിൽ കിടന്ന് അപ്പമായി മാറിയ ആ ശരീരം ഇന്നും നമുക്ക് ദിവ്യകാരുണ്യമായിട്ട് അവിടെ നൽകുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം, ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ ഹൃദയം തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. അതൊരുപാട് തവണ ഈശോ തെളിയിച്ചിട്ടുണ്ട്, നമ്മുടെ മുൻപിൽ അത് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. AD 750 നടന്ന ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം, ലാഞ്ചിയാനോലെ അത്ഭുതം. അന്നു മുതൽ ഇന്നു വരെ ആയിരക്കണക്കിന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നമ്മുടെ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ മാംസകഷ്ണമായിട്ട് മാറിയ ദിവ്യകാരുണ്യം ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചപ്പോൾ കൃത്യമായിട്ട് ശാസ്ത്രലോകം അടിവരയിട്ട് പറഞ്ഞതാണ്,
ഈ മാംസകഷ്ണം ഹൃദയത്തിന്റെ ഭാഗത്തെ മാംസകഷ്ണമാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതാ എൻ്റെ ശരീരം അപ്പമായിട്ട് നൽകുന്നു എന്ന് പറഞ്ഞവൻ ഈ അപ്പത്തിലേക്ക് തൻ്റെ എല്ലാ സ്നേഹവുമാകുന്ന ഹൃദയത്തെ എടുത്തു വെച്ചുകൊണ്ടാണ് തന്നെ പൂർണ്ണമായിട്ട് നൽകിയത്. അതാണ് കൂദാശ ചെയ്യപ്പെട്ട ദിവ്യകാരുണ്യമാകുന്ന ആ കൂദാശ ചെയ്യപ്പെട്ട അപ്പം. ഇത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നവന് നിറകണ്ണുകളോടുകൂടെ മാത്രമേ ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അച്ഛൻ ഓർക്കുകയാണ്, സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ആ സമയത്ത് അടുത്തുള്ള ധ്യാനകേന്ദ്രത്തില് അവധി ദിവസങ്ങളിൽ അവരെ സഹായിക്കുവാനായിട്ട് കടന്നു ചെല്ലും, അൾത്താരയിലൊക്കെ. അങ്ങനെ ഒരു ധ്യാനത്തിന് സഹായിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ വൈദികൻ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുൻപിലുള്ള കസേരയിലിരുന്ന് ചെറുപ്പക്കാരിയായ ഒരു അധ്യാപിക ദിവ്യബലി മധ്യേ വാവിട്ട് കരയുവാനായിട്ട് തുടങ്ങി. അതിനുശേഷം പിന്നീട് ഈ ദിവ്യബലിക്ക് ശേഷം ആ അധ്യാപിക വന്നിട്ട് പിന്നീട് സാക്ഷ്യം പറയുകയാണ്, അച്ഛൻ ഈ ബലിപീഠത്തിന് മുൻപിലിരുന്ന കൂദാശ വചനങ്ങൾ ഉച്ചരിച്ച് ബലിയർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ബലിപീഠത്തില് ഞാനൊരു അപ്പത്തെയല്ല കണ്ടത്. ആ ബലിപീഠത്തില് ശരീരമൊക്കെ കീറിപ്പിച്ച് ചീന്തി മുറിക്കപ്പെട്ട് രക്തം ചിന്തിയിരിക്കുന്ന ഈശോയുടെ രൂപമാണ്. ആ ഈശോയുടെ രൂപം കാണുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ വാവിട്ട് കരയാതിരിക്കുക? അതേ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവ്യകാരുണ്യത്തിലും ഈശോയുടെ വലിയ സ്നേഹമുണ്ട്. ഈശോ, മുറിക്കപ്പെട്ട ഈശോ ആ ദിവ്യകാരുണ്യത്തിലൂടെ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. ഈ സമയം ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്ന വലിയൊരു സത്യം ഇത് തന്നെയാണ്. ഓരോ കതിരിലും ഓരോ ഗോതമ്പ് മണിയിലും കർഷകന്റെ ആ ചൂടും ആ കണ്ണുനീരും ആ ഹൃദയവും സ്വപ്നവും ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെയൊക്കെ മാതാപിതാക്കള് പണ്ടൊക്കെ ഒരു തരി ചോറ് നിലത്ത് വീണ് കഴിഞ്ഞാൽ അവർ നമ്മളെ പിണങ്ങുമായിരുന്നു. അതിനെയൊക്കെ പ്രാർത്ഥനയോടുകൂടി എടുത്ത് ഭക്ഷിച്ചിരുന്നൊരു കുട്ടിക്കാലമൊക്കെ നമുക്കുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ കൈമോശം വന്നു. ഏത് ഭക്ഷണത്തിന് മുൻപിലിരുന്ന് കൈകൂപ്പി കുരിശ് വരച്ച് നമ്മളൊക്കെ പണ്ട് ഭക്ഷണം കഴിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം അതൊരുപാട് മനുഷ്യരുടെ വേർപ്പിന്റെ അധ്വാനത്തിന്റെ ഫലമാണ്. ഈ അടുത്ത കാലത്ത് വായിച്ച ഒരു പുസ്തകത്തില് കബീർ എന്ന് പറയുന്ന ഭക്തഗായകനായ മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യനാണ്. ഈ മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ രാത്രിയാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ വാതിലുകളുടെ മുൻപിലും കൊട്ടുമായിരുന്നു. ഏതെങ്കിലുമൊക്കെ വാതിലുകൾ തുറന്നു കൊടുത്ത് ഈ മനുഷ്യന് അന്നത്തെ അത്താഴം വിളമ്പുമ്പോൾ അത്താഴത്തിന് മുൻപിലിരുന്ന് ഈ കബീർ വാവിട്ട് കരയുമായിരുന്നു എന്നാ പറഞ്ഞത്. ഈ വാവിട്ട് കരയുമ്പോൾ അത്താഴം വിളമ്പിയ സ്ത്രീ കബീറിനോട് ചോദിക്കുമായിരുന്നു, നീ എന്തിനാണ് ഇങ്ങനെ വാവിട്ട് കരയുക? ആ സമയത്ത് ഈ മനുഷ്യൻ പറയും, നീ എൻ്റെ പാത്രത്തിൽ വിളമ്പി വെച്ചിരിക്കുന്ന ഈ അത്താഴം കാണുമ്പോൾ, ഈ ചോറ് കാണുമ്പോൾ ഇതിന് പുറകിൽ പ്രവർത്തിച്ച അധ്വാനിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. പിന്നീട് അതിനെ നിന്റെ കരങ്ങളിലേക്ക് അരിയായിട്ട് കൊണ്ടുവന്ന മനുഷ്യൻ അവസാനം അത് സ്നേഹത്തോടുകൂടെ എനിക്ക് മുൻപിൽ വിളമ്പുന്ന നിന്റെ സ്നേഹമുള്ള കരങ്ങൾ കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് കരയാതിരിക്കുക? അതേ പ്രിയപ്പെട്ടവരെ, ഓരോ ഭക്ഷണത്തിന്റെ മുൻപിലും നമ്മളായിരിക്കുമ്പോൾ തിരിച്ചറിയണം, ദിവ്യകാരുണ്യം അത് ഈശോയുടെ ഹൃദയമാണെങ്കിൽ ഓരോ ഭക്ഷണവും ഓരോ അരിയും നമ്മോട് പറയുന്നുണ്ട്. അതിന് പിന്നിലായിട്ട് ഒരുപാട് മനുഷ്യരുടെ സ്വപ്നങ്ങളും കണ്ണുനീരുമുണ്ട്. ആ മനുഷ്യരാണിന്ന് ഡൽഹിയിൽ ഈ കൊടും തണുപ്പത്ത്, ശൈത്യ കാലഘട്ടമാണിത്, ആ കൊടും തണുപ്പത്ത് നമുക്ക് വേണ്ടി നമുക്ക് അന്നം നൽകുവാനായിട്ട് ഇന്ന് അവർ സമരം ചെയ്യുന്നത്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഓരോ ഭക്ഷണവും നമ്മുടെ പാത്രങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഓർക്കുക, ഇവരുടെയൊക്കെ ഈ അധ്വാനമില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെ ഭക്ഷിക്കും? കാരണം ജീവൻ നിലനിർത്താനായിട്ട് നമുക്ക് വേണ്ടി പോരാടുന്ന മനുഷ്യരാണിവര്. കൊടും വെയിലത്ത്, വിണ്ട് കീറിയ പാടത്ത് തങ്ങളുടെ ആ മെലിഞ്ഞ അസ്ഥി പോലുള്ള ശരീരം ഉപയോഗിച്ച് കിളച്ച് ആ വിത്തിട്ട് പിന്നീട് മഴക്കായിട്ട് പ്രാർത്ഥനാപൂർവം കാത്തിരുന്ന്
ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആ വയല് നട്ടു വളർത്തി അതിന് എല്ലാ വളങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് കണ്ണടക്കാതെ കാത്തിരുന്ന കർഷകര് ഇന്ന് അവര് നമുക്ക് വേണ്ടി ഡൽഹിയിൽ സമരത്തിലാണ്. അവരെയൊക്കെ നമ്മളും ഓർക്കണം. നമ്മുടെ കരങ്ങളിലേക്ക് ഈ അന്നം നൽകപ്പെടുമ്പോൾ ഈശോ എത്രമാത്രം സ്നേഹത്തോടുകൂടിയാണ് ഭക്ഷണത്തെ എടുത്തിരുന്നത്. അത് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈശോ ഭക്ഷിച്ചിരുന്നത്. അതേ പ്രിയപ്പെട്ടവര്, ആ ഒരു കരുതലും സ്നേഹവും ഒക്കെ നമുക്ക് ഭക്ഷണം നൽകുന്ന ഈ മനുഷ്യരുടെ മേലുണ്ടാകണം. കാരണം എനിക്ക് തോന്നുന്നു ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ കരങ്ങളുള്ള മനുഷ്യര് അതൊരു പക്ഷേ ഇവരുടെ കരങ്ങളാകാം. അത് പൊട്ടി വിണ്ട് കീറിയ കരങ്ങളാകാം, നീര് വെച്ച് വീർത്ത കരങ്ങളാകാം. പക്ഷെ ആ കരങ്ങള് ഉള്ളത് കൊണ്ടാണ് ഇന്നും നമ്മൾ ജീവൻ നിലനിർത്തുന്നത്. അതിനാൽ പറഞ്ഞവസാനിപ്പിക്കുകയാണ്, നമ്മുടെ പ്രാർത്ഥനകളില് നമ്മുടെ പ്രിയപ്പെട്ട കർഷകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ക്രിസ്മസ് കാലഘട്ടം അത് അപ്പമായി മാറുവാനായിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന ക്രിസ്തുവിന്റെ ഓർമ്മകളാണെങ്കിൽ ഇന്നും സ്വന്തം രക്തവും വിയർപ്പുമൊക്കെ നമുക്ക് അപ്പം നൽകുവാനായിട്ട് അധ്വാനിക്കുന്ന ഈ കർഷകർക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കണം നമ്മുടെ പ്രാർത്ഥനകള്. കാരണം 20ഓളം മനുഷ്യരുടെ ജീവൻ ഇന്ന് ആ സമരഭൂമിയിൽ പൊലിഞ്ഞു. ഇന്നും അവരാ ശൈത്യത്തിലെ കൊടും തണുപ്പില് നമുക്ക് വേണ്ടി കൂടിയാണ് അവർ സമരം ചെയ്യുന്നത്. നമുക്ക് അന്നം നൽകുവാനായിട്ട്, നമുക്ക് അന്നം നൽകുന്ന ഈ കൃഷിയിടങ്ങൾ പിടിച്ചു നിർത്തുവാനായിട്ട്. അതിനാൽ പ്രിയപ്പെട്ടവരെ, കൂദാശ ചെയ്യപ്പെട്ട ദിവ്യകാരുണ്യത്തില് ഈശോയുടെ ഹൃദയമുള്ളതുപോലെ നമ്മുടെ മുൻപിലേക്ക് സ്നേഹത്തോടെ വിളമ്പപ്പെടുന്ന ആ ഭക്ഷണത്തില്, ആ അരിയില്, ആ ഗോതമ്പ് കണിയില് തീർച്ചയായിട്ടും കർഷകന്റെ കണ്ണുനീരും സ്വപ്നങ്ങളും ഹൃദയവുമൊക്കെയുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കാരുണ്യവാനായ അപ്പമായി മാറിയ ക്രിസ്തുവിനോട് ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഇവരുടെ ഈ സമരങ്ങളൊക്കെ വിജയിക്കുവാനായിട്ട് ദൈവം ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.